ഇന്ത്യയിൽ ജനിച്ചു വളർന്ന മാതൃരാജ്യത്തെക്കുറിച്ച് അഭിമാനമുള്ള ഏതൊരു ഭാരതീയനെയും ഞെട്ടിക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം രാജ്യത്തുണ്ടായത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 71ാം രക്തസാക്ഷിത്വ ദിനത്തിൽ ഗാന്ധിവധം പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് ഹിന്ദു മഹാസഭ. ഗാന്ധിജിയുടെ കോലത്തിന് നേരെ അലിഗഡിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഹിന്ദു മഹാസഭയുടെ ദേശീയ സെക്രട്ടറി വെടിയുതിർത്തു. അത്യന്തം ഹീനമായ ഈ സംഭവത്തിൽ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ഇപ്പോൾ വിമർശനങ്ങൾ ഉയരുകയാണ്. ഗാന്ധിജിയുടെ ഘാതകനായ നാഥുറാം വിനായക് ഗോഡ്സെയെ മഹാത്മാവാക്കി പൂജിച്ചാരാധിച്ചിരുന്ന ഹിന്ദു മഹാസഭയ്ക്ക് ഇത്തരമൊരു പരസ്യപ്രവൃത്തി ചെയ്യാൻ ധൈര്യമുണ്ടായതെങ്ങനെയെന്നാണ് ആശ്ചര്യപൂർവ്വം പലരും ചോദിക്കുന്നത്. വിഭജന സമയത്ത് നിരവധി ഹിന്ദുക്കളുടെ മരണത്തിന് കാരണക്കാരനായ ആളെ രാഷ്ട്രപിതാവെന്ന് വിളിക്കരുതെന്നും പാകിസ്ഥാന്റെ പിറവിക്ക് ഗാന്ധിജിയാണ് കാരണമെന്നും ഹിന്ദു മഹാസഭയുടെ ദേശീയ സെക്രട്ടറി പൂജ ശകുൻ പാണ്ഡെ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. എന്നാൽ ചരിത്ര സത്യം അതല്ലെന്ന് വസ്തുതകൾ വിലയിരുത്തിയാൽ ആർക്കും മനസ്സിലാകും. മഹാത്മാഗാന്ധി വധം ആഘോഷിക്കുന്ന ഈ സഭ തന്നെയാണ് കേരളത്തിൽ ശബരിമല ക്ഷേത്രത്തിലെ യുവതീ പ്രവേശനത്തെ എതിർത്ത് ആചാര സംരക്ഷണത്തിനായി മുന്നിട്ടിറങ്ങിയ സംഘടനകളിൽ ഒന്ന് എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ശബരിമല വിഷയവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള മറ്റു പ്രശ്നങ്ങളുമെല്ലാം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സ്ഥിതിയിൽ കടുത്ത ഹിന്ദുത്വ വർഗീയത അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമായിരുന്നു എന്ന വസ്തുതകൾ പുറത്തു വരുമ്പോൾ ഹിന്ദു മഹാസഭയെ പോലുള്ളവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാനാകുന്നതേ ഉള്ളൂ. തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള ഹിന്ദു മഹാസഭ കേരള സർക്കാർ ഹിന്ദുവിരുദ്ധരാണെന്നും ക്ഷേത്രത്തിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചാൽ ബലം പ്രയോഗിച്ച് തടയുമെന്നും വ്യക്തമാക്കിയിരുന്നു. ആരൊക്കെ ബഹളം വെച്ചാലും ആചാരങ്ങൾ മാറ്റാൻ അനുവദിക്കില്ലെന്നും അത്തരം നീക്കങ്ങൾ എന്ത് വില കൊടുത്തും തടയുമെന്നും ഹിന്ദു മഹാസഭ ഇപ്പോഴും ഭീഷണി മുഴക്കുന്നു. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ നടന്ന ലജ്ജിപ്പിക്കുന്ന ഈ സംഭവങ്ങൾ കേരളത്തിൽ ശബരിമലയുടെ ഗുരുതരമായ പശ്ചാത്തലവുമായി ചേർത്ത് ചിന്തിച്ചാൽ വരാനിരിക്കുന്ന അപകടം ആർക്കും മനസ്സിലാകും.